വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തമ്പനയിലും തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രം സൈഫൈ ടു റിയാലിറ്റി. നമ്മൾ കുറേ ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ, സയൻസ് ഫിക്ഷൻസ് ഒക്കെ. ജീൻ എഡിറ്റിംഗ്, അതായത് ഒരാളെപ്പോലെ വേറൊരാളെ ജീൻ എഡിറ്റിംഗ് ലബോറട്ടറിയിൽ സൃഷ്ടിക്കുന്നു, ഡിസൈനർ ബേബീസിനൊക്കെ സൃഷ്ടിക്കുന്നതൊക്കെ സയൻസ് ഫിക്ഷണൽ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിപ്പോൾ എന്താ, റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി അത്രയും ഡെവലപ്ഡ് ആയ ഒരു കേസിൽ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ഏരിയ അല്ലെങ്കിൽ വാസ്റ്റ് റിസർച്ച് ഏരിയ ഇന്ന് റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഉത്തമ ഉദാഹരണമാണ് CRISPR-Cas9 എന്നുള്ളൊരു ടെക്നോളജി. കുറേ ഇതുവരെ ഡിസീസസിന് ക്യൂറേഷൻ കണ്ടുപിടിക്കാത്ത കുറേ ഡിസീസസിൻ്റെയൊക്കെ ക്യൂറേഷൻ, നമ്മളുടെ സ്വന്തം ജീനിനെ തന്നെ മാറ്റാൻ പറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സാധ്യതകളെക്കുറിച്ചും എന്താണ് എന്നുള്ളൊരു ചെറിയൊരു ഇൻട്രഡക്ഷനാണ് ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. എന്താണ് ജീൻ എഡിറ്റിംഗ് ഓർ ജീനോം എഡിറ്റിംഗ്? It's a technology that allows scientists to make precise changes to an organism's DNA, enabling them to add, remove, or alter genetic material at specific location in the genome. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ തന്നെ ജീനോമിനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നമ്മളുടെ ജീനിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ ഒരു തകരാറുള്ള പോർഷനെ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ജീൻ, നമ്മളിപ്പോൾ 7ാം അറിവൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ DNA വെച്ചിട്ട് പണ്ടുള്ള ആ ഒരു ബോധിധർമ്മൻ്റെ ക്യാരക്ടറൊക്കെ ഇപ്പോൾ ഉള്ള ആളിലേക്ക് കൊണ്ടുവരുന്നു. അതൊക്കെ ഒരു ഫിക്ഷണലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റിസർച്ചേഴ്സ്, പുതിയ റിസർച്ചൊക്കെ പറയുന്നത് അതൊക്കെ നടക്കാൻ പറ്റും. ഇപ്പോൾ ഷാറുഖ് ഖാനെ പോലെയുള്ള പുതിയ ഷാറുഖ് ഖാനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു രീതിയിലൊക്കെ ഇന്ന് ടെക്നോളജി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മറികടക്കാതെ ഇതിൻ്റെ നല്ല സാധ്യതകൾ മാത്രം അംഗീകരിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ മനുഷ്യരാശിയെ തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ തന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ DNA-ക്ക് സ്വന്തമായിട്ട് മാറ്റം വരുത്തുക, അവയെ മുറിച്ച് വേണ്ടാത്ത DNA-നെ മാറ്റി DNA-നെ തന്നെ നമുക്ക് സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സൈഫൈ ടു റിയാലിറ്റി. എന്താണ് സൈഫൈ ടു റിയാലിറ്റി? വൺസ് കൺഫൈൻഡ് ടു സയൻസ് ഫിക്ഷൻ, ജീൻ എഡിറ്റിംഗ് ഈസ് നൗ എ റിയാലിറ്റി. പണ്ട് കാലത്ത് കുറച്ച് മുന്നേ വരെ ഈ ഒരു ജീൻ എഡിറ്റിംഗ്, സ്വന്തമായിട്ട് ജീൻ ആൾട്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം, സ്വന്തമായിട്ടല്ല, ഈ ലാബിൽ സ്വന്തം ജീനെ, മനുഷ്യൻ്റെ ജീനിനെ തന്നെ ആൾട്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഒരു സയൻസ് ഫിക്ഷനായിട്ട് ഒരു മൂവീസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ടെക്നോളജീസ് ലൈക്ക് CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നതോടുകൂടി DNA-നെ മാനിപ്പുലേറ്റ് ചെയ്യുക. മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഡിസയേർഡ് ചേഞ്ചസ് DNA-യിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അത് പൊട്ടൻഷ്യലായിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ, ജനിതക വൈകല്യങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്സ്, ഗോൾഡൻ റൈസ്, അല്ലെങ്കിൽ BT കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ജനറ്റിക്കലി എൻജിനീയർഡ് ഒരു വാസ്റ്റ് വെറൈറ്റി നമ്മളുടെ മനുഷ്യനിൽ മാത്രമല്ല ജീവികളിലും പ്ലാന്റ്സിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസൈനർ ബേബീസ്, അതായത് പണ്ട് കാലത്ത് ഇതും സയൻസ് ഫിക്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ജീൻസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ബേബീനെ ഉണ്ടാക്കുക, ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ലാബിൽ ഒരു ബേബീസിനെ ഉണ്ടാക്കുക, ടെക്നോളജീനൊക്കെ മിസ്യൂസ് ചെയ്തിട്ട്. എന്താണ് ഒരു ഡിസൈനർ ബേബി എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ബേബി ഹൂസ് ജനറ്റിക് മേക്കപ്പ് ഹാസ് ബീൻ സെലക്റ്റഡ് ഓർ ആൾട്ടേർഡ് ഓഫൺ ടു എക്സ്ക്ലൂഡ് എ പെർട്ടിക്കുലർ ജീൻ ഓർ ടു റിമൂവ് ജീൻ അസോസിയേറ്റഡ് വിത്ത് ഡിസീസ്. അപ്പോൾ ഒരു കുട്ടീനെ നമ്മൾക്ക് ഡിസയർ ചെയ്യുന്നൊക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറൊക്കെ ഉള്ള ഒരു കുട്ടീനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ കുട്ടിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ ആ ജീനെ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം ഒക്കെ വെച്ചിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറുള്ളൊരു ജീവിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബേബീനെ ഉണ്ടാക്കുക. അതൊക്കെ ഡിസൈനർ ബേബീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടും. ഇതിനൊക്കെ ജീൻ എഡിറ്റിംഗ് സഹായിക്കുന്നുണ്ട്.
ക്രിസ്പാർ-കാസ്9 അതിൻ്റെ ഫുൾ ഫോമാണ് ക്ലസ്റ്റേർഡ് റെഗുലർലി ഇൻ്റർസ്പേസ്ഡ് ഷോർട്ട് പാലിയൻഡ്രോമിക് റിപ്പീറ്റ്സ്. അതൊരു സീക്വൻസ് ആണ്. എന്താണ്? DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്ഥലത്താണോ DNA കട്ട് ചെയ്യേണ്ടത് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോളിക്യുലാർ സിസേഴ്സാണ്. നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നൊക്കെ പറയുന്ന പോലെ ആർട്ടിഫിഷ്യലി ഡെവലപ്പ് ചെയ്ത് എടുത്ത ഒരു ക്ലസ്റ്റേർഡ് റെഗുലർലി ഇൻ്റർസ്പേഴ്സ്ഡ് ഷോർട്ട് പാലിയൻഡ്രോമിക് സീക്വൻസ് ആണ്. എന്താണ് ക്രിസ്പാർ-കാസ്9? ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ എല്ലാവരും ഓണാക്കുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ? ജീൻ എഡിറ്റിംഗ് എന്നതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രീറ്റിംഗ് ജനറ്റിക് ഡിസോർഡറാണ്. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ്, ടുക്ചിൻ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന പോലെയുള്ള മെനി ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവയ്ക്ക് കാരണമാകുന്ന ജീൻ ഏത് ജീനാണോ മ്യൂട്ടേഷൻ സംഭവിച്ചത് അതിനെ കട്ട് ചെയ്തിട്ട് നല്ല ജീൻ അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ക്രിസ്പാർ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. രണ്ടാമത്തേത് ഡെവലപ്പിംഗ് ന്യൂ ക്രോപ്സ് ആൻഡ് ഫുഡാണ്. ഡെവലപ്പിംഗ് ന്യൂ ക്രോപ്സ് ആൻഡ് ഫുഡ്, അതായത് ചെടികൾ നമുക്ക് ഇപ്പോൾ ഒരു ചെടിയിൽ തന്നെ നല്ല രീതിയിൽ മുളക് ചെടിയാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ മുളക് കുറേ പ്രൊഡക്ടിവിറ്റി വേണം, പെട്ടെന്ന് തന്നെ പ്രൊഡക്ടിവിറ്റി വേണം, ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി വേണം. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീന് അതിൻ്റെ ഒരു വിത്തിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് പുതിയൊരു മുളകിൻ ചെടീനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കൊക്കെ വെച്ചിട്ട് അതിനൊക്കെ ജീൻ എഡിറ്റിംഗ് ആവശ്യമാണ്. പിന്നെ ഉള്ളത് ഇൻഡസ്ട്രിയൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ്. അതായത് ബയോഫ്യൂൽ പ്രൊഡക്ഷൻ്റെ സമയത്തും ഫാർമസ്യൂട്ടിക്കൽസിനൊക്കെ എഫിഷ്യൻ്റ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോടെക്നോളജി അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കേസിൽ പല റിസർച്ചേഴ്സും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ എന്തൊക്കെ തരത്തിലുള്ള റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റും എന്നറിയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത്രയും വാസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജീൻ എഡിറ്റിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അതിൻ്റെ ഓരോ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോസിലായിട്ട് ഇടുന്നതായിരിക്കും. ക്രിസ്പാർ-കാസ്9 ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും അതും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.